കുറച്ച് ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയുടെ 2020 മത്സരങ്ങളൊക്കെ കാണാം. 15 കളി അടുപ്പിച്ച് ടോസ് തോറ്റുകൊണ്ടിരിക്കുമായിരുന്നു ഇന്ത്യ. പല ടൂർണമെന്റിൽ 2020 ആയാലും ചാമ്പ്യൻസ് ട്രോഫി ആയാലും ടെസ്റ്റിലായാലും 15 കളി അടുപ്പിച്ച് ടോസ് തോറ്റുകൊണ്ടിരുന്ന ഇന്ത്യ ഇന്ന് എന്തായാലും ടോസ് ജയിച്ചു. ടോസ് കിട്ടിയ ഇന്ത്യ പറയുക ഞങ്ങൾ ബോൾ ചെയ്യുക. ബോൾ ചെയ്യാൻ വരുന്നുണ്ട് 57 റൺസിന് UAE എറിഞ്ഞു ഒതുക്കുന്നു. ബിരിയാണി വിൽക്കാൻ വന്നവരുടെ ബിരിയാണി വേസ്റ്റ് ആയി പോയി. ഐസ്ക്രീം വിൽക്കാൻ വന്നവരുടെ ഐസ്ക്രീം വേസ്റ്റ് ആയി പോയി. ഒന്നാമത് കളി കാണാൻ ആൾക്കാരില്ല. അങ്ങും ഇഞ്ഞൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളായിരുന്നു. അവരുടെ സമയം പോയി. അവരൊരു എന്റർടൈൻമെന്റ് കാണാൻ, അഭിഷേക് ശർമ്മയുടെ 6 കാണാൻ, അല്ലെങ്കിൽ അഭിഷേക് ശർമ്മയുടെ ഒരു 100 കാണാൻ, ശുഭ്മൻ ഗില്ലിന്റെ ഒരു 100 കാണാൻ, അല്ലെങ്കിൽ സൂര്യകുമാർ യാദവിന്റെ ഒരു പെർഫോമൻസ് കാണാൻ, ഒന്നുമില്ലെങ്കിൽ സഞ്ജുവിന്റെ പെർഫോമൻസ് കാണാൻ, അല്ലെങ്കിൽ തിലകിന്റെ ആരെങ്കിലും ഒക്കെ ഒരു 100 കാണാൻ കൊതിച്ചവരെ കാരണം നിരാശപ്പെടുത്തുന്ന പ്രകടനം. ഇന്ത്യയുടെ ബോളർമാരെല്ലാം കൂടെ UAE പേടിപ്പിച്ച് തോൽപ്പിച്ചു എന്ന് പറയണം. ആദ്യത്തെ പവർ പ്ലേയിൽ തന്നെ 5 ബോളർമാരെ കൊണ്ടുവരുന്നു. ബുംറയെ കൊണ്ടുവരുന്നു, ഹാർദിക് പാണ്ഡ്യയെ കൊണ്ടുവരുന്നു, കുൽദീപിനെ കൊണ്ടുവരുന്നു, അക്ഷറിനെ കൊണ്ടുവരുന്നു, വരുൺ ചക്രവർത്തിയെ കൊണ്ടുവരുന്നു. ഇവരെല്ലാം കൂടെ കണ്ടപ്പെടുന്ന സത്യം പറയുന്നത് ദുബായ് പേടിച്ചു പോയി. ബുംറ കൊണ്ടുവരുന്നു, ഷരഫുവിന്റെ വിക്കറ്റ് എടുത്തുകൊണ്ട് പോകുന്നു. ഷരഫ് നോക്കുമെങ്കിൽ നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് ഓവറിൽ ഹാർദിക് പാണ്ഡ്യ 10 റൺസ് വഴങ്ങുന്നു. രണ്ടാമത്തെ ഓവറിൽ ബുംറ 10 റൺസ് വഴങ്ങുന്നു. മൂന്നാമത്തെ ഓവർ എറിയാൻ വന്ന അക്ഷർ പട്ടേലിനെ 6 അടിക്കുന്നു. നോക്കുകയാണെങ്കിൽ ഷരഫ് നല്ല രീതിയിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. 3 4ഉം 1 6 ഒക്കെ ആയിട്ട് അവിടെ സെറ്റായിട്ട് നിൽക്കുമായിരുന്നു. ബുംറ അറിഞ്ഞ് മതി, ഇനി ഞങ്ങൾ അങ്ങോട്ട് തുടങ്ങാൻ പോവാം. ബുംറ വരുന്നു, ബുംറയുടെ ടിപ്പിക്കൽ ഡെലിവറി, ഒരു യോക്കർ എറിയുന്നു, ഷരഫ് തീർന്നു. 6 ഓവറിൽ 41ൽ 2 ആയിരുന്നു പവർ പ്ലേയിൽ. എന്നാൽ കുൽദീപ് യാദവ് 9ാമത്തെ ഓവർ എറിയാൻ വരുന്നു, 3 റൺസ് വിട്ടുകൊടുക്കുന്നു, 3 വിക്കറ്റ് എടുക്കുന്നു. കുൽദീപ് പറയുക എന്നെ ഇല്ല ടെസ്റ്റ് കളിപ്പിക്കാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി വെളിയിരുത്തി. ഇപ്പൊ തന്നെ അർഷ്ദീപ് സിംഗിനെ വെളിയിരുത്തി. ഒന്നീ അർഷ്ദീപ് അല്ലെങ്കിൽ ഞാനായിരിക്കും വെളിയിലോട്ട് പോകേണ്ടത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ബെസ്റ്റ് കാഴ്ചവെക്കും. 3 റൺസ് കൊടുത്ത് 1 ഓവറിൽ 3 വിക്കറ്റ് എടുക്കുന്നു. ലെഫ്റ്റ് ഹാൻഡറായ കൗശിക്കിനെതിരെ എന്നാ സൂപ്പർ ഒരു ഗൂഗിളി ആയിരുന്നു അറിയാമോ? സൂപ്പർ പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. കുൽദീപ് പറയും ഇനി ഞാൻ പുറത്തോട്ട് പോകത്തില്ല, കളിക്കുന്നെങ്കിൽ എല്ലാ മത്സരവും കളിച്ചിട്ടേ പോകത്തുള്ളൂ, വേറെ ആരെങ്കിലും ഒക്കെ മാറ്റിക്കോ, ഞാൻ എന്തായാലും പുറത്തോട്ട് പോകത്തില്ല. അർഷ്ദീപ് പോയി, ഒന്നീ അർഷ്ദീപ് അല്ലെങ്കിൽ ഞാനായിരുന്നല്ലോ, അടുത്ത കളിയിൽ ഞാൻ തന്നെ കളിക്കും, അതുകൊണ്ട് ഞാൻ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കും. വരുന്നു കുൽദീപ് വരുന്നു, 2 ഓവർ എറിയുന്നു, 7 റൺസ് കൊടുക്കുന്നു, 4 വിക്കറ്റ് എടുക്കുന്നു. ഇനി കുൽദീപിന് എന്തായാലും മാറ്റാൻ പറ്റത്തില്ല. പിന്നെ അടുത്ത ഒരാൾ ശിവൻ ഡുബെ. ഇനി കുൽദീപ് കളിച്ചു, ഇനി അടുത്ത ചാൻസ് എന്നെ പുറത്തിരുത്തും, ചിലപ്പോൾ അർഷ്ദീപിനെ കൊണ്ടുവരും, അതുകൊണ്ട് എനിക്കും എൻ്റെ ബെസ്റ്റ് കാഴ്ച വെക്കണം. പിന്നെ ശിവൻ ഡുബെ വരുന്നു, 2 ഓവർ എറിയുന്നു, 4 റൺസ് വിട്ടു കൊടുക്കുന്നു, 3 വിക്കറ്റ് എടുക്കുന്നു. UAE ശിവൻ ഡുബെയും കുൽദീപും കൂടെ ചേർന്ന് അങ്ങ് തീർത്തു. രണ്ടുപേരും ടീമിൽ ഇടം കെട്ടാനുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. രണ്ടുപേരെ ബെസ്റ്റ് കാഴ്ചവെച്ചു. ഒരാൾ 7 റൺസ് കൊടുക്കുന്നു, മറ്റൊരാൾ 4 റൺസ് കൊടുക്കുന്നു. ഒരാൾ 4 വിക്കറ്റ് എടുക്കുന്നു, മറ്റൊരാൾ 3 വിക്കറ്റ് എടുക്കുന്നു. സോ സൂപ്പർ ബോളിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു സത്യം പറഞ്ഞ ഇന്ത്യൻ ടീം. അക്ഷർ പട്ടേൽ വന്നൊരു വിക്കറ്റ് എടുക്കുന്നു, ബുംറ വന്നൊരു വിക്കറ്റ് എടുക്കുന്നു. മിസ്റ്ററി സ്പിന്നറായ വരുൺ ചക്രവർത്തി എന്നാൽ വലിയ റോളൊന്നും ഇല്ലായിരുന്നു. എന്തായാലും ശിവൻ ഡുബെയും കുൽദീപ് യാദവും കൂടെ ചേർന്ന് അങ്ങ് തീർത്തു. ഇന്ത്യ സൂപ്പർ പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. എനിക്ക് ഓർമ്മ വന്ന് 2003 2007 മൈറ്റി ഓസ്ട്രേലിയ ഉണ്ടല്ലോ, ആ ഒരു പെർഫോമൻസാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ടീം നമ്മൾ തന്നെയാണെന്ന് അറിയാമല്ലോ. എന്തെങ്കിലും ഒരു ബാഡ് ഡേ സംഭവിച്ചാൽ മാത്രമേ ഇന്ത്യ പരാജയപ്പെടുത്തുള്ളൂ. മേ ബി അഫ്ഗാനിസ്ഥാനെതിരെ, മേ ബി ശ്രീലങ്കയ്ക്കെതിരെ മേ ബി ഇന്ത്യ പരാജയപ്പെടാൻ ചാൻസ് കൂടുതലായിട്ടുള്ളൂ. അല്ലെങ്കിൽ ഈ ടീമിനെ തോൽപ്പിക്കാൻ ഭയങ്കര പാട് തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ പിച്ച് നോക്കുവാണെങ്കിൽ ഒരു ഗ്രാസ് ഒക്കെ ഉള്ളൊരു പിച്ചായിരുന്നു. നോക്കുവാണെങ്കിൽ ഫാസ്റ്റ് ബോളർമാർക്ക് ആദ്യത്തെ ഒരു 4 ഓവറോ 5 ഓവറോ ഒക്കെ ബെനിഫിറ്റ്സ് കിട്ടും. എന്നിട്ട് ഇന്ത്യ റിസ്ക് എടുത്തു, അർഷ്ദീപിനെ പുറത്താക്കി. നമ്മൾ വിചാരിച്ചു സഞ്ജു പുറത്തേക്ക് പോകുന്ന വിചാരിച്ചത്. എന്നാൽ ഇന്നലെ സൂര്യകുമാർ യാദവ് പറഞ്ഞല്ലോ വി വിൽ ടേക്ക് കെയർ. സഞ്ജുവിനെ ടേക്ക് കെയർ ചെയ്തു. അർഷ്ദീപ് സിംഗിനെ പുറത്തേക്ക് പോകേണ്ടതായിട്ട് വന്നു. അർഷ്ദീപ് സിംഗിനെതിരെ നോക്കുവാണെങ്കിൽ കാണിക്കുന്നത് അനീതി എന്ന് പറയണം. അല്ല എന്നാ ചെയ്യാൻ, ടെസ്റ്റ് കളിക്കാൻ കൊണ്ടുപോയി, ടെസ്റ്റിൽ ഇടവില്ല. ചാമ്പ്യൻസ് ട്രോഫി കളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയി, ആ പാവത്തിനെ കളിപ്പിച്ചില്ല. ആണ്ടെ ഏഷ്യ കപ്പ് കളിക്കാൻ പോയി, ആദ്യത്തെ കളി തന്നെ പുറത്തിരുത്തി. ഏകദേശം ടീം സെറ്റാണെന്ന് തോന്നുന്നു. ഇതേ ഒരു ടീമുമായിട്ട് തന്നെ ഇന്ത്യ കളിക്കാനുള്ള എല്ലാ ചാൻസും കാണുന്നു. ഇന്ത്യക്ക് 8 വരെ ബാറ്റിംഗ് വേണം. 8ാമത്തെ ആള് ബോളിംഗ് ചെയ്യണം, ബാറ്റിംഗ് ചെയ്യണം. ശിവൻ ഡുബെ പറ്റിയ ഒരാളാണ്. ആ ഒരു പെർഫോമൻസ് ശിവൻ ഡുബെ എന്ന് കാഴ്ചവെച്ചു. എല്ലാ ദിവസവും ഇത് വർക്കൗട്ട് ആവുമോ? എല്ലാ ദിവസവും ബോളർമാർക്ക് ഇതുപോലെ വിക്കറ്റ് കിട്ടുമോ? എല്ലാ ദിവസവും UAE ആയിരിക്കത്തില്ല, അടുത്ത കളി പാകിസ്ഥാൻ ആയിരിക്കാം. അത് കഴിഞ്ഞ് അല്ലെങ്കിൽ സൂപ്പർ 4-നകത്ത് നോക്കുവാണെങ്കിൽ ശ്രീലങ്ക വരാം, അഫ്ഗാനിസ്ഥാൻ വരാം, ബംഗ്ലാദേശ് വരാം. സോ ഏത് ടീം വേണമെങ്കിലും വരാം. സോ നോക്കുവാണെങ്കിൽ ഒരു റിസ്ക് ആണ്. ഇപ്പോൾ ബുംറയ്ക്ക് എല്ലാ കളിയിലും വന്ന് വിക്കറ്റ് എടുക്കാൻ പറ്റുമോ? ഇപ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് ഓവറിൽ തന്നെ ഹാർദിക് പാണ്ഡ്യ 10 റൺസ് വഴങ്ങി. 2ാമത്തെ ഓവറിൽ എനിക്ക് തോന്നുന്നു ബുംറയും 10 റൺസ് വഴങ്ങും. ഇന്നാണ് അവിടെ ഒരു വിക്കറ്റ് കിട്ടിയത്. ദുബായിൽ നമുക്കറിയാം അധികം പ്ലേയേഴ്സ് ഒന്നും ഇല്ല കളിക്കുന്നത്. ഒരു ഷരഫും ഉണ്ട്, അവരുടെ ക്യാപ്റ്റനായ മുഹമ്മദ് വസീമുണ്ട്, പിന്നെ ഒരു ആസിഫ് ഖാനും ഉണ്ട്. ഈ 3 പേരൊക്കെ ഉള്ളു അവരുടെ മെയിനായിട്ട് കളിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ നോക്കുവാണെങ്കിൽ വലിയ പെർഫോമൻസ് ഒന്നും കാഴ്ചവെച്ചിട്ടുമില്ല. പാകിസ്ഥാൻ ശ്രീലങ്കയ്ക്കൊട്ടുള്ള ടീമിനെതിരെയൊക്കെ പോകുമ്പോഴത്തേന് ഒരു ഫാസ്റ്റ് ബോളർ മതിയോ? ബുംറ മാത്രം മെയിൻ ബോളറായിട്ട് മതിയോ? ഹാർദിക് പാണ്ഡ്യക്ക് അടിയുള്ളൂ, അടി കൊള്ളത്തില്ല, അല്ലെങ്കിൽ ബുംറയ്ക്ക് അടിയുള്ളൂ, അടി കൊള്ളത്തില്ല എന്ന് അറിയത്തില്ല. നോക്കുവാണെങ്കിൽ ഒരു ആദ്യത്തെ 4 ഓവർ എന്തായാലും ബെനിഫിറ്റ്സ് കിട്ടുന്ന ഒരു പിച്ച് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ പ്ലേയിങ് 11 എന്തായാലും വെളിപ്പെടുത്തി. എല്ലാ കളിയിലും എനിക്ക് തോന്നുന്നു ഈ ഒരു പ്ലേയിങ് 11ആയിട്ട് തന്നെ പോകാനായിരിക്കും ചാൻസ്. ഇന്നത്തെ പിച്ച് നോക്കുവാണെങ്കിൽ വലിയൊരു ടേണിംഗ് ട്രാക്ക് ഒന്നും അല്ലായിരുന്നു. എന്നാലും അവിടെ ഒന്ന് ഗ്രിപ്പ് കിട്ടുന്നുണ്ടായിരുന്നു, ബോൾ ടേൺ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം കുൽദീപിന് വന്നിട്ട് ഗോളി കിട്ടുന്നുണ്ടായിരുന്നു. കുൽദീപ് നോക്കുമ്പോൾ സൂപ്പറായിട്ട് ബോൾ ചെയ്തു, വളരെ ആക്യുറേറ്റ് ആയിട്ട് ബോൾ ചെയ്യുന്നു. കുറേ കറക്റ്റ് ലൈനിൽ ലെങ്തിന് കുൽദീപ് അവിടെ വന്ന് ബോൾ ചെയ്യുന്നു. സോ നോക്കുവാണെങ്കിൽ വേൾഡ് ക്ലാസ് ബോളിംഗ് തന്നെയാണ്. അക്ഷർ പട്ടേൽ അവിടെയുണ്ട്, വരുൺ ചക്രവർത്തി ഉണ്ട്, കുൽദീപ് ഉണ്ട്,
വേണ്ടി വന്ന അഭിഷേക് ശർമ്മയ്ക്കും ബോൾ ചെയ്യാൻ പറ്റും. നോക്കുമെങ്കിൽ ഒരു സ്ട്രോങ് ടീം തന്നെയാണ്. 8 വരെ ഒരു ഓൾറൗണ്ടർ വേണം, ബാറ്റ് ചെയ്യാൻ അറിയാവുന്ന, ബോൾ ചെയ്യാൻ അറിയാവുന്ന ഒരു ഓൾറൗണ്ടർ വേണം എന്നുള്ള സ്ട്രാറ്റജി ഇന്ത്യക്ക് പണി കിട്ടാതിരിക്കട്ടെ. ഇതേ ഒരു പെർഫോമൻസ് സ്പിന്നർമാരായാലും ബുംറ ആയാലും ഹാർദിക് പാണ്ഡ്യ അല്പം കൂടെ, ഹാർദിക് പാണ്ഡ്യക്ക് ഒരു ഓവറേ കൊടുത്തുള്ളൂ, അതുകൊണ്ട് നല്ലൊരു പെർഫോമൻസ് കാഴ്ച വെക്കട്ടെ. തുടക്കത്തിൽ അടി കിട്ടി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് പതറും. UAE കൺഫ്യൂസ് ചെയ്ത് വീഴ്ത്തി. സോ ഈ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയട്ടെ തുടർന്നും. പിന്നെ ബാറ്റിങ്ങിലോട്ട് വരുവാണെങ്കിൽ അഭിഷേക് ശർമ്മ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങി 16 ബോളിൽ നിന്ന് 30 റൺസ്, 2 4 3 6. ആ ലോങ് ഓണിന് മേലൂടെയൊക്കെ അടിച്ച 6 ആണ് അഭിഷേക് ശർമ്മയുടെ. എന്നാ സൂപ്പറാ. ലെഫ്റ്റ് ഹാൻഡ് നോക്കുവാണെങ്കിൽ കൂടുതൽ ലെഗ് സൈഡിലാണ് കളിക്കുന്നത്. എന്നാൽ അഭിഷേക് ശർമ്മ നോക്കുവാണെങ്കിൽ ഓഫ് സൈഡിലാണ് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് കളിക്കുന്നത്. ഇന്ന് കൂടുതൽ കളിച്ച ഷോട്ടുകളൊക്കെ നോക്കുമ്പോൾ ലോങ് ഓണിന്റെ മേലൂടെ അടിക്കുന്ന 6 കാണാം. എന്നാ സൂപ്പറായിട്ട് അടിക്കുന്നത് അറിയാമോ, സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് അടിക്കുന്നത്. സൂപ്പർ ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. പിന്നെ ശുഭ്മൻ ഗില്ല് പറയാം, എല്ലാവർക്കും എന്നെ സ്ട്രൈക്ക് റേറ്റ് ചോദിച്ചിരുന്നു. ഇന്നിങ്ങോട്ട് വരുന്നു 222 സ്ട്രൈക്ക് റേറ്റ് കളിക്കുന്നു. 9 ബോളിൽ 20 റൺസ്, 2 4 1 6. അധികം 57 റൺസേ ഉള്ളായിരുന്നു, അതുകൊണ്ട് അധികം ഒന്നും കളിക്കാൻ പറ്റില്ല. എന്റെ സ്ട്രൈക്ക് റേറ്റ് മേലുള്ള ചോദിച്ചിരുന്നൊക്കെ ഈ സീരീസ് കഴിയുമ്പോൾ ഞാൻ തീർക്കുമെന്നുള്ള പെർഫോമൻസ് ആണ് ശുഭ്മൻ ഗില്ല് കാഴ്ചവെച്ചത്. സ്കൈ വരുന്നു, സ്കൈയുടെ ടിപ്പിക്കൽ 360 ഉള്ള 6 ലെഗ് സൈഡിൽ അടിച്ചു വിടുന്നു, കളി വിജയിപ്പിക്കുന്നു. ഈസി ആയിട്ട് കളി ഇന്ത്യ നേടി. ടീം നോക്കുവാണെങ്കിൽ വളരെ സ്ട്രോങ്. 8 വരെ ബാറ്റിംഗ്. ഇവൻ ഡുബെ ബാറ്റ് ചെയ്യാൻ അവിടെ ഉണ്ട്, അക്ഷർ പട്ടേൽ ഉണ്ട്, സഞ്ജു ഉണ്ട്, തിലകുണ്ട്, ഹാർദിക് പാണ്ഡ്യ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ബാഡ് ഡേ അല്ലെങ്കിൽ ഈ ടീമിനെ തോൽപ്പിക്കാൻ വളരെ പ്രയാസമായിരിക്കും. അതിന് അഫ്ഗാനിസ്ഥാൻ ആയാലും പാകിസ്ഥാൻ ആയാലും ശ്രീലങ്ക ആയാലും ഇന്ത്യ നോക്കുകയാണെങ്കിൽ ഫേവറേറ്റ്സുകൾ തന്നെയാണ്. ഇന്നത് അല്പം കൂടെ തെളിയിക്കുന്ന ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചത്. അടുത്ത കളി പാകിസ്ഥാനെയും ഇതുപോലെ വൺ സൈഡ് ആയിട്ട് തോൽപ്പിക്കട്ടെ. പാകിസ്ഥാനെ UAE മണ്ണിലിട്ട്, പാകിസ്ഥാന്റെ സെക്കൻഡ് ഹോം ആണല്ലോ UAE, അവിടെ ഇട്ട് തീർക്കാൻ ഇന്ത്യക്ക് കഴിയട്ടെ.